ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് റേഷൻ കുത്തിരി കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ കുത്തിരി നേരത്തെ തന്നെ കഴുകി ഉണക്കി പൊടിപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് ഏകദേശം ഒരു 1/2 കിലോ കുത്തിരി പൊടിച്ചതുണ്ട്. അപ്പോൾ നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ഏകദേശം ഒരു തേങ്ങയുടെ പകുതി തേങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേവിച്ച് വെച്ച ചോറ്, തലേ ദിവസത്തെ ചോറ് ബാക്കി വന്നത് 1/2 കപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് നേരത്തെ തന്നെ അരച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ പെരുംജീരകം, വലിയ ജീരകവും കൂടി 1 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ ഒരു പാകത്തിന് നമ്മുടെ തേങ്ങയും ചോറും കൂടെ അരച്ചെടുത്തതിന് ശേഷം അത് നമുക്ക് ഈ കുത്തിരിയുടെ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഒരുപാട് വെള്ളം പോലെ ആയി പോകരുത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മൾ തലേ ദിവസം അരച്ച് കലക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ രാവിലെ കലക്കിയിട്ട് അപ്പോൾ തന്നെ ചുട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഒരുവിധം നമ്മുടെ ബാറ്റർ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി തിക്നെസ് കൂടിപ്പോയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത്, ഇപ്പോൾ കുറച്ച് തിക്ക് ആയിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പാകത്തിന് നമുക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കണം. പിന്നെ ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പം അതിനുവേണ്ടി ഒരു ദോശച്ചട്ടി ഒന്ന് അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു കൈലി മാവ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് ചുടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് ഒരുപാട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കരുത്. നമ്മളത് സാധാരണ ദോശയൊക്കെ ചുടുന്ന പോലെ ഒരുപാട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ ഇത് പൊടിഞ്ഞു പോവും. ചെറിയൊരു കട്ടി ഈ ഒരു പാകത്തിന് വേണം ഇതൊന്ന് ചുട്ടെടുക്കാനായിട്ട്. നമ്മൾ തട്ട് ദോശയൊക്കെ ചുടുന്ന ആ ഒരു പാകത്തിന് വേണം. അതായത് ദോശയുടെ ടേസ്റ്റ് അല്ല, നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കുള്ളൂ ഇതിന്. ഇതിന് ആവശ്യത്തിനുള്ള എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് 2 ഭാഗവും നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റുകയും ചെയ്യും. ചട്ടിയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുകയും ചെയ്യും. ഇത് നമ്മുടെ അപ്പം തയ്യാറായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാവും ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. ഇത് മുട്ടക്കറിയുടെ കൂടെയോ ചമ്മന്തിയുടെ കൂടെയോ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണിത്. റേഷൻ കുത്തിരിയൊക്കെ മിക്കവർക്കും കഴിക്കാൻ മടിയുള്ള, ചോറ് വെച്ച് കഴിക്കാൻ മിക്കവർക്കും മടിയായിരിക്കുള്ളൂ. അതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ ബാക്കിയുള്ള മാവ് ഇതേപോലെ തന്നെ ചുട്ടെടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.